വിജിലൻസ് പോലീസിംഗിന്റെ പരമ്പരാഗത രീതിയിൽ നിന്ന് വഴിമാറി നടക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ. അതുകൊണ്ടാണ് മഞ്ഞ കാർഡും ചുവന്ന കാർഡും ഒക്കെ കീശയിൽ തിരുകി അന്വേഷണത്തിന് നടക്കുന്നത്. ഓഫീസിലിരിക്കാതെ പരാതി കിട്ടുന്ന ഇടങ്ങളിലൊക്കെ പോയി അഴിമതി അന്വേഷിക്കുകയാണ് ജേക്കബ് തോമസ്. വയനാട് ജില്ലയിലെ ആദിവാസി കോളനിയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറേ പരാതികൾ ഡയറക്ടർക്ക് കിട്ടി. കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാൻ നേരെ വയനാട് മല കയറി. ഇനി വകുപ്പുകളുടെ യോഗവും വിളിക്കും. ഇതിനൊക്കെ ജേക്കബ് തോമസിന് ആര് അധികാരം കൊടുത്തു എന്ന് ചോദിച്ചാൽ സാക്ഷാൽ പിണറായി തന്നെ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാവഴുത്തെ നീ വരുകില്ലേ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. വയനാട്ടില് പുൽപ്പള്ളിക്കടുത്തുള്ള ഒരു ആദിവാസി കോളനിയിൽ രാവിലെ ഒരു 9:30 എത്തി. കുറേ പരാതികൾ കഴിഞ്ഞ് 6 മാസമായിട്ട് വയനാടിനെ പറ്റി കിട്ടിയതൊക്കെ കാണാം, നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ അത് മനസ്സിലാക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ പോയതാണ്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. മനസ്സ് നിറഞ്ഞേ പുഴയിൽ അലകൾ ഉലഞ്ഞേ മഴയിൽ അലിഞ്ഞേ നീരാവാകേ. പബ്ലിക് ടാപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് പോലെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു പൈപ്പ്, പിന്നെ താഴെ ഒരു കുടമൊക്കെ വെക്കാനുള്ള ഒരു സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എന്നാ വെച്ചിട്ട് ഏകദേശം 10 കൊല്ലമായി. എന്തെങ്കിലും വെള്ളം വന്നോ? ഇല്ല. ഇതിൻ്റെ അടി പൈപ്പുണ്ടോ? ഇല്ല. കുളം കുഴിച്ചിട്ടുണ്ട്. വലിയൊരു ഓവർഹെഡ് വാട്ടർ ടാങ്ക് അവിടത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് സംഭരിക്കാൻ വേണ്ടി അത് പണിതിട്ടുണ്ട്. ഈ ലാസ്റ്റ് ആയിട്ടുള്ള ടാപ്പും പണിതിട്ടുണ്ട്. തമ്മിൽ കണക്ഷൻ ഇല്ല 10 വർഷമായിട്ട്. വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. വിജിലൻസിന്റെ ഒരു കാല് ജനപക്ഷത്ത് നിൽക്കുകയാണ്. ജനപക്ഷത്ത്, ഡിമാൻഡ് ക്രിയേഷൻ ഫോർ ഗുഡ് ഗവേണൻസ്. അതേസമയം വിജിലൻസ് എന്ന് പറയുന്നത് ഈ ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ, ഈ ബാഡ് എന്ന് നമ്മൾ കരുതുന്ന ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഒരു കാലം ഇപ്പുറത്തും ഇരിക്കുകയാണ്. അപ്പം കൂടുതൽ എവിടെയാണ് ഇരിക്കേണ്ടത്? ജനപക്ഷത്തല്ലേ. അതേസമയം നിങ്ങൾ കാണുന്ന എവിടെയായിട്ടാണ്? എന്നെയും ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ലേ കാണുന്നത്? ഇങ്ങനെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ. കൂടുതൽ ജനപക്ഷത്താകുമ്പോഴത്തേക്കും പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം എന്താണ്? ജനപക്ഷത്ത് കൂടുതലായിരിക്കണം എന്നുള്ളത്. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ പുറകിലുണ്ട്. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുഞാവൽ കാവഴുത്തെ നീ വരുകില്ലേ. കൊച്ചി അറബിക്കടലിൻ്റെ റാണിയാണെങ്കിൽ കൊച്ചിയുടെ മേയറിന് ഒരു ബഹുമതി വേണ്ടതല്ലേ? വേണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് കൗൺസിലറുടെ പക്ഷം. കൊച്ചിയിൽ നഗരസഭാ ഭരണത്തിൻ്റെ ഇതുവരെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ച കൗൺസിൽ യോഗം പതിവ് പോലെ ബഹളത്തിൽ മുങ്ങിയെങ്കിലും മേയർ സൗമിനി ജെയിന് ഒരു ബഹുമതി ലഭിച്ചു. നിങ്ങൾക്ക് അതിന്റെ മുഴുവനായിട്ടുള്ള വിശദാംശങ്ങളും അടുത്ത കൗൺസിലിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇതിലെ അംഗങ്ങൾ അറിയേണ്ടത് ഇത് ഓൾറെഡി ഇതിനകത്ത് വിജിലൻസ് എൻക്വയറി നടക്കുകയാണ്. പിന്നെ എന്തോന്നാ പിന്നെയും കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിലല്ലാതെ തന്നെ വിജിലൻസ് എൻക്വയറി നടന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തെ പ്രവർത്തനത്തിൽ തോപ്പുംപടി ഇതേ ആൻഡപ്പം തന്നെ പറഞ്ഞു, വെള്ളക്കെട്ടെന്ന് പറഞ്ഞു. ഇന്നലത്തെ മഴക്കും തോപ്പുംപടിയിൽ വെള്ളക്കെട്ടില്ല. അതിന് നമ്മൾ ഓരോരുത്തരാണ് കൗൺസിലർമാരെ. നമ്മൾ പറയാം നമ്മുടെ അവിടെ ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നുള്ളത്. അല്ലാതെ മേയറിന്റെ മുഖം ഇതിലായിരിക്കുന്നു, പ്രായമില്ല, താൻസീറാണിയായിരിക്കുന്നത്. ഇതിലായിരിക്കുന്നു, പ്രായമില്ല, താൻസീറാണിയായിരിക്കുന്നത്. ചൗദുവിൻ കച്ചാന്ത്
ബദ്മാസ് രാവണ വക്രദൃഷ്ടി സമാപിക്കാൻ സമയമായി. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.